ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. സിന്ധു ഭൈരവി രാഗത്തിലാണ് ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കെയിൽ ഏതാണെന്ന് നോക്കാം. രാഗത്തിൻ്റെ സ്വരസ്ഥാനം, അതേസമയം നമുക്ക് അതിന് പറ്റിയ കോഡ്സ്, പിന്നെ എപ്പോഴും പഠിക്കുന്ന പോലെ ബിയുടെ കോഡ്സ് അത് ഓർഡറായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കീബോർഡിലിട്ട് നോക്കിയാലോ. ഇപ്പം നമ്മൾ ഈ പാട്ട് വന്നിരിക്കുന്ന സ്കെയിൽ നോക്കണ്ടേ. നമ്മളിത് ബി ഫ്ലാറ്റ് മൈനറിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോഴേ ബി ഫ്ലാറ്റ് മൈനർ സ്കെയിലിൻ്റെ നോട്ട് സ്കെയിൽ എങ്ങനെ പോകുന്നു കീസ് നോക്കാം. ബി ഫ്ലാറ്റ്, സി, ഡി ഫ്ലാറ്റ്, ഇ ഫ്ലാറ്റ്, എഫ്, അത് കഴിയുമ്പോൾ ജി ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്. ഇതാണ് ബി ഫ്ലാറ്റ് മൈനർ സ്കെയിലിന്റെ ഫിംഗറിങ്. ലെഫ്റ്റ് ആണ് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇത് ബി ഫ്ലാറ്റ് മൈനർ സ്കെയിലിങ്ങിന് വന്നു. അപ്പം നമ്മൾ ഈ പാട്ടിന്റെ രാഗം നോക്കണ്ടേ. ഇത് വന്ന് മേളകർത്താ രാഗം, 10ാമത് മേളകർത്താ രാഗമായ നാടകപ്രിയ രാഗത്തിന്റെ ജന്യരാഗമാണ് സിന്ധു ഭൈരവി രാഗം. അപ്പം ഇത് സിന്ധു ഭൈരവി രാഗം ബേസ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ സ്കെയിൽ നോക്കാം. അതിൻ്റെ സ്വരസ്ഥാനം പോകുന്ന ഇങ്ങനെ: ഷഡ്ജം, ശുദ്ധ ചതുശ്രുതി ഋഷഭം. ഷഡ്ജം കഴിഞ്ഞ് ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യം, വീണ്ടും സാധാരണ ഗാന്ധാരത്തിൽ വന്നതിന് ശേഷം പഞ്ചമം, എ ഫ്ലാറ്റ് അതായത് ശുദ്ധ ദൈവതം, ബി ഫ്ലാറ്റ് കൈഷികി നിഷാദം, ഷഡ്ജം. ഇത് ആരോഹണം. അവരോഹണം എങ്ങനെ വരും? ഷഡ്ജം എടുക്കുന്നില്ല. കൈഷികി നിഷാദം, ശുദ്ധ ദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, സാധാരണ ഗാന്ധം. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ചതുശ്രുതി ഋഷഭത്തിൽ കൈവച്ചു. ഇപ്പോൾ ചതുശ്രുതി ഋഷഭം അല്ല, ശുദ്ധ ഋഷഭം. ഷഡ്ജം കൈഷി നിഷാദത്തിൽ പോയിട്ട് വീണ്ടും ഷഡ്ജത്തിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന സ്കെയിൽ പോകുന്ന ഇതാണ് സിന്ധു ഭൈരവി രാഗത്തിന്റെ സ്വരസ്ഥാനം പോകുന്നത് ഇങ്ങനെ. നമുക്ക് ഈ പാട്ട് എടുക്കുമ്പോൾ മിസോരെ ഫിംഗർ വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് പാടാം. ഇത് പാട്ടിൻ്റെ ലെന്ത് ഇവിടുന്ന് ഇവിടം വരെയാണ് പാട്ടിൻ്റെ ലെന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞാൻ മിസോരെ കൈ കൊണ്ട് ഫിംഗർ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുമായിരിക്കും. കണ്ടോ, പാടാം. അത് 2 പ്രാവശ്യം നിങ്ങൾ എടുക്കണം. ഒന്നുകൂടി കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ ഇവിടെയാണ് കണ്ടേ, ഇവിടെ വക്ക്. അത് കഴിയുമ്പോൾ അടുത്ത് 4 ഇംഗ്ലീഷ് ലൈൻ വരുന്നുണ്ട്. അതായത് ലെറ്റസ്, വീണ്ടും വീണ്ടും പാടാം. നമുക്ക് പാടാം. ഇത് പല്ലവി ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അനുപല്ലവി വരുമ്പോ ഇത് കണ്ടോ, അത് കഴിയുമ്പോൾ ഹൈയിലേക്ക് പോകും.
അത് കഴിഞ്ഞ് വീണ്ടും പാടാൻ നമുക്ക് പാടാവുന്ന. അപ്പോൾ മിസ് എടുത്ത് കണ്ടായിരുന്നല്ലോ, ഇച്ചിരി സ്പീഡിൽ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് മിസ് പെട്ടെന്ന് എടുത്ത് മാറ്റിയത്. അപ്പോൾ ഇതുകൊണ്ട് ലാൻഡ് ചെയ്ത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് വീണ്ടും പാടാൻ നോക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് ഓരോ ഫിംഗർ വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം, പാടാം. വീണ്ടും ഇവിടെ വരും. ഇത് 2 പ്രാവശ്യം എടുക്കണം. അത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ. ഇത് കഴിയുമ്പോൾ ലെറ്റ് അസ് സിംഗ് വരുമ്പോൾ അതെ ഒരിക്കൽ കൂടി. എന്താ അപ്പോൾ ഇത്രയും നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇടയ്ക്ക് മിസ് ആണെങ്കിലും നോട്ട് മിസ് ചെയ്തപോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് പിടിച്ചോണം കേട്ടോ. മിസ് ഇങ്ങനെ ഓരോ ഫിംഗർ വെച്ച് കാണിച്ചു തരുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നുവേ. പിന്നെ അനുപല്ലവിയും ശരണവും ഒരുപോലെ തന്നെ പോകുന്നു. അപ്പോൾ ഇതെടുക്കുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും നോട്ട് മിസ്സാകാൻ ചാൻസ് ഉണ്ടാകും. മിസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താ, ഇവിടെ തുടങ്ങില്ല കണ്ട, പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ പോകും. അത് കണ്ട വീണ്ടും അത് എടുത്തു കഴിയുമ്പോൾ വീണ്ടും എന്താ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. ഇത്ര നിങ്ങൾ എടുക്കാൻ പരിശ്രമിക്കുക. ഇത് മിസ് ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് കാണിച്ചതെന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പറ്റിയ കോഡ്സ് നമുക്ക് പഠിക്കണ്ടേ. നമുക്ക് ഇത്ര ഏതൊക്കെ നമ്മളെല്ലാം ഓൾമോസ്റ്റ് 4 ബ്ലാക്ക് കീസിൽ പിടിച്ചു, 5 പിടിച്ചില്ല, 4 ബ്ലാക്ക് കീസിൽ പിടിച്ചു അല്ലേ, ബാക്കി വൈറ്റ് കീസും പിടിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക, ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടോ, എ ഫ്ലാറ്റ് മേജർ സ്കെയിലെ കോഡെ പിടിക്കാം കണ്ടോ. ഈ പാട്ടിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ ഇത് സ്വരങ്ങൾ. പിന്നെ നമുക്കൊന്ന് ബി ഫ്ലാറ്റ് മൈനർ പിടിക്കാം, മേജർ അല്ല മൈനർ കണ്ടോ. പിന്നെ ഇ ഫ്ലാറ്റ് മേജർ എടുക്കാം കണ്ടോ. അതേ സമയത്തിൽ നമുക്ക് എഫ് മൈനർ പിടിക്കാം, സി മൈനർ കോഡ് പിടിക്കാം. ഈ കോഡ്സൊക്കെ ഈ പാട്ടിന് നമുക്ക് കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്ന കോഡ്സാണ്. അതേസമയം നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ബി ഡിമിനിഷ്ഡ് സെവൻത്. എങ്ങനെ എടുക്കും നമ്മൾ, എഫിൽ കൈവയ്ക്കുക, ഡിയിൽ കൈവയ്ക്കുക, ബിയിൽ കൈവയ്ക്കുക, എ ഫ്ലാറ്റിൽ കൈവയ്ക്കുക കണ്ടോ, ഫിംഗർ വെച്ചു അല്ലേ. ഇത് വന്ന് ബി ഡിമിനിഷ്ഡ് സെവൻത് വന്ന ഇത് കണ്ടോ 3 എ ഡി ബി എ ഫ്ലാറ്റ്. അതേസമയം നമുക്കിത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിവിടെ വന്നിട്ട് ഇവിടെ എ ഫ്ലാറ്റ് വന്നല്ലേ, നമ്മളിത് ബി 9 ആകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇവിടുന്ന് എയിലേക്ക് വയ്ക്കുക, ഇത് 3 കൂടി പിടിക്കുക കണ്ടോ. 3 ഷാർപ്പ് പിടിച്ചു നമ്മൾ, എഫ് ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, എ. ഇങ്ങനെ പിടിച്ചാൽ ബി 9 ആകും. പക്ഷേ ഈ കോഡ്സ് വന്നിട്ട് നമ്മുടെ ഈ പാട്ടിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത്, പക്ഷേ ഇത് എഫ് ഷാർപ്പ് എടുക്കുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ മറ്റുള്ള കോഡ്സുകളും പിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഇനി മിസ് ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ട്. ബോർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ബോർഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നൊട്ടേഷൻ മനസ്സിലാവും. നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ബി ഡിമിനിഷ്ഡ് സെവൻത്, എഫ് ഡി ബി എ ഫ്ലാറ്റ്. മിസ് കൈ കൊണ്ട് കാണിച്ചായിരുന്നു, കൈ പിടിച്ച് കാണിച്ചായിരുന്നു അല്ലേ. ഇത് നൊട്ടേഷൻ നിങ്ങൾ ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. ബി ഡിമിനിഷ്ഡ് സെവൻത്. പക്ഷെ ബി 9 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നൊട്ടേഷൻ എഴുതുക, ഇത് കണ്ടോ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, എ എഫ് ഷാർപ്പ്. ഇങ്ങനെയാണ് നൊട്ടേഷൻ നിങ്ങൾ എങ്ങനെ വേണം എഴുതാൻ കേട്ടോ. ഇതെല്ലാം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും കേട്ടോ. എല്ലാ കോഴ്സും കൂടി പഠിക്കുമ്പോഴേ ഏത് കോഴ്സൊക്കെയാണെന്ന് ഓർമ്മ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഓർക്കാൻ പ്രയാസമാണ്.
അതുകൊണ്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നാലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിനൊക്കെ വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.